വെൽക്കം ടു ദി എപ്പിസോഡ് 14 ഓഫ് 45 ഡേയ്സ് ഡീകോഡിംഗ് ബ്രാൻഡിംഗ് സീരീസ്. ഒരു ബ്രാൻഡിന്റെ കോമ്പറ്റീഷനെ അനലൈസ് ചെയ്യാതെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണടച്ചുകൊണ്ടൊരു റേസിൽ ഓടുന്ന പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ഓടുന്നുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തണം. ഇവിടെ 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ, ഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുക. ആരൊക്കെയാണ് മാർക്കറ്റിലുള്ളത്, ഈ സെയിം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആരൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. രണ്ടാമത്തെ, അവരുടെ വിഷ്വൽ ഐഡന്റിറ്റിനെ ഓഡിറ്റ് ചെയ്യുക. അവർ യൂസ് ചെയ്യുന്ന കളേഴ്സ്, ടൈപ്പോഗ്രഫി, പാലറ്റ്സ്, ലേഔട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് സാധാരണയായിട്ട് ഉള്ളതെന്ന് നോക്കുക. തേർഡ് വൺ ഈസ് ടു ഫൈൻഡ് ദി പാറ്റേൺസ്. എല്ലാ ഇൻഡസ്ട്രിക്കും ഒരു ഡോമിനന്റ് ആയിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബ്ലൂ ആൻഡ് വൈറ്റ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലും അത് കാണാം. ഓർഗാനിക് ഫുഡ് ബ്രാൻഡ്സ് ആണെങ്കിൽ എർത്തലി ടോൺസും അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും. ഈ പാറ്റേൺസിനെയാണ് കാറ്റഗറി കൺവെൻഷൻസ് എന്ന് വിളിക്കാറുള്ളത്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ടു ഫൈൻഡ് ദാറ്റ് വൈറ്റ് സ്പേസ്. ഇവരാരും ഓൺ ചെയ്യാത്ത ഒരു വിഷ്വൽ ടെറിട്ടറി എന്താണ്, എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന കളേഴ്സ് എന്താണ്, എല്ലാവരും ഒഴിവാക്കുന്ന സ്റ്റൈലുകൾ എന്താണ്, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ബ്രാൻഡിന് മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്പേസ് കൊണ്ടുവരാൻ ഡിസൈനിലൂടെ സാധിക്കും. അതിന് എക്സാമ്പിളാണ് ഓട്ട്ലി എന്ന് പറയുന്ന ബ്രാൻഡ്. എല്ലാവരും ക്ലിനിക്കൽ ആൻഡ് ഹെൽത്ത് ഫോക്കസ്ഡ് ആയിരുന്ന സമയത്ത് ഓട്ട്ലി കെയോട്ടിക്, ഹാൻഡ് റിട്ടൺ, ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊണ്ടുവന്നത്. അത് മാർക്കറ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസ് ഓൺ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഗ്രേറ്റ് ബ്രാൻഡ് ഡിസൈനേഴ്സ് ഡോണ്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ബ്രാൻഡ്, they look at the entire battlefield first. So see you on the next episode.